ഹലോടെ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, USSുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനൽ അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക. നോക്കുക, ആദ്യത്തെ ചോദ്യം: ഇതര ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഏഷ്യ ഭൂഖണ്ഡത്തിന് തെക്കുഭാഗത്തെ ഭൂമി ശാസ്ത്രപരമായി വേറിട്ട് നിൽക്കുന്നത് എന്താണ്? ഇതര ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കുഭാഗത്തെ ഭൂമി ശാസ്ത്രപരമായി വേറിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് പറയുന്ന പേരാണ് കേട്ടോ. ചോദ്യം വളരെ നീട്ടി വലിച്ചു പറഞ്ഞുള്ളൂ. ഓർത്തു വയ്ക്കുക, അവിടെ എന്തുണ്ട്? പാമീർ പീഠഭൂമിയുണ്ട്. ആ ഭാഗം പാമീർ പീഠഭൂമിയാണ്. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗത്തെയാണ് ഭൂഖണ്ഡം എന്ന് പറയാം. 7 ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെന്റ്സ് നമുക്കുണ്ട് അല്ലേ, ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക: ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓർത്തു വയ്ക്കുക, ഇന്ത്യയിലെയാണ് കേട്ടോ. എന്താണ് ഉത്തരം? മൗണ്ട് K2. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഡക്കാൻ പീഠഭൂമി. 11 ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണ്? ഗംഗയാണോ, കാവേരിയാണോ, ഗോദാവരിയാണോ, കൃഷ്ണയാണോ? ഇതിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ആരാണ്? യെസ്, ഉത്തരം ഗംഗയാണ് കേട്ടോ. അടുത്ത ചോദ്യം: ഭൂഖണ്ഡങ്ങളെ പോലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡങ്ങളാണ്. അതായത് ഭൂഖണ്ഡങ്ങളെ പോലെ തന്നെയാണ് അവിടെയും എന്താണ്, ഇതേപോലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഉണ്ടായിരിക്കും, അതേപോലെ കാലാവസ്ഥ വ്യത്യസ്തമായിരിക്കും. ആ ഭൂഖണ്ഡങ്ങളെ പറയുന്ന പേരാണ് ഉപഭൂഖണ്ഡങ്ങൾ. ഓക്കെ, അടുത്തത് ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? അല്ലെങ്കിൽ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ്. ഓർത്തു വയ്ക്കുക, പാമീർ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്നവയിൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമുള്ള സംസ്ഥാനം. തെക്കറിയാലോ, താഴെ ഭാഗമാണ് അല്ലേ. തെലുങ്കാനയാണോ, തമിഴ്നാടാണോ, പഞ്ചാബാണോ, മഹാരാഷ്ട്രയാണോ? ഉത്തരം തെറ്റിക്കാൻ സാധ്യതയില്ല. ഉത്തരം തമിഴ്നാട്. അടുത്തത് നോക്കുക, താഴെ തന്നിരിക്കുന്ന വിളകളിൽ റാബി വിള ഏതാണ്? റാബി ഖാരിഫ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നെല്ലാണോ, തണ്ണിമത്തനാണോ, ഗോതമ്പാണോ, പരുത്തിയാണോ? ഏതാണ്? ഗോതമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ഒരു റാബി വിള. അടുത്ത ചോദ്യം: ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ പ്രധാന ധാന്യവിള ഏതാണ്? നമ്മളെ കേരളത്തിലൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതാണ് നെല്ല്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം: ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഉത്തരം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയിലെ ധാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഏതാണ്? ധാർ മരുഭൂമിയാണ് കേട്ടോ. ഉത്തരം ലൂണി. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാരക്കോറം മലനിരകളിലാണ്. ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം നോക്കുക: ശ്രീലങ്ക, മാലിദ്വീപ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ അഫ്ഗാനിസ്ഥാനാണ് ഈ ഒരു ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. അടുത്ത ചോദ്യം: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇതൊക്കെ പ്രധാനപ്പെട്ട നദികളാണ് അല്ലേ. ഈ ഒരു പ്രധാനപ്പെട്ട നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപത്താൽ രൂപം കൊണ്ടത് എന്താണ്? ഉത്തരം കൃത്യമായിട്ട് നോക്കുക. ഉത്തരം ഉത്തര മഹാസമതലമാണ്. മറ്റൊന്നും പറഞ്ഞിട്ട് തെറ്റിക്കുന്നില്ല. ഉത്തര മഹാസമതലം. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. മാലിദ്വീപ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഉപഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ശരിയാണ്. ഇതാണ്
തെറ്റായ ഭാഗം, ശരിയല്ലാത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം എന്താണ്? കാലാവസ്ഥ കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണോ, ഭൂപ്രകൃതിയാണോ, മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയാണോ, അക്ഷാംശ സ്ഥാനമാണോ? അപ്പൊ ഇതില് കാലാവസ്ഥയെ സ്വാധീനിക്കാത്തത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയാണ് അല്ലെ. അതൊരിക്കലും എന്ത് ചെയ്യില്ല, കാലാവസ്ഥയെ സ്വാധീനിക്കില്ല. ഫലഭൂയിഷ്ഠ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കണക്കാണ്. അടുത്ത ചോദ്യം, ഉത്തര മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതും അതേപോലെ ത്രികോണ ആകൃതിയിലുമുള്ളതുമായ പ്രദേശം ഏതാണ്? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയിൽ ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് എന്ത് ചെയ്യില്ല, ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുത്തുന്നില്ല. തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം എന്താണ്? തമിഴ്നാട്ടിൽ മഴ കുറയാനുള്ള കാരണം, ഓക്കെ ശ്രദ്ധിക്കുക, 3 ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട്. കാറ്റിന് അഭിമുഖ പ്രദേശമാണ്, മഴനില പ്രദേശമാണ്, അതേപോലെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക എന്താണ്, അതൊരു മഴനിഴൽ പ്രദേശമായതുകൊണ്ടാണ് എന്ത് അവിടെ അധികമൊന്നും മഴ ലഭിക്കാത്തത്. മഴ ലഭിക്കുന്നുണ്ടോ വെച്ചുണ്ട്, പക്ഷെ മഴയുടെ അളവ് കുറവാണ്. ദെൻ വടക്ക് കിഴക്കൻ കാലവർഷവുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? വടക്ക് കിഴക്കൻ കാലവർഷം. ഓക്കെ, സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ സംഭവിക്കുന്നു. ബന്ധമില്ലാത്തതാട്ടോ ചോദിച്ചത്, ബന്ധമില്ലാത്തത്. ഈ സമയത്ത് സൂര്യന്റെ സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലാണ്. ഓർത്ത് വയ്ക്കാം, സൂര്യന്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും. ഇതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്തത്, രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമി ആയതിന് കാരണം എന്താണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക നിങ്ങൾ, അവിടെ ഈർപ്പരഹിതമായ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാൻ ആവശ്യമായ തടസ്സങ്ങളൊന്നും എന്തില്ല, ആ ഒരു ഭാഗത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അത് മരുഭൂമി പ്രദേശമായി മാറി. ഓക്കെ, അതായത് നല്ല ആർദ്രതയുള്ള അല്ലെങ്കിൽ ഈർപ്പമുള്ള കാർമേഘങ്ങളോ കാറ്റൊക്കെ വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്താൻ എന്തില്ല, ഒരു തടസ്സവും ഇല്ല. ഇപ്പോൾ ഒരു മലനിരകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനോട് തടഞ്ഞു നിർത്തും. ഓക്കെ, റെഡി. മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ താപനില കുറവാണ് അല്ലേ. ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിൽ എന്താണ്, പൊതുവെ താപനില കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എന്താണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാലോ. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പരിചയപ്പെട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. കാരണം നിങ്ങൾക്ക് പുതിയ വീഡിയോകളൊക്കെ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ ഫോണിലോട്ട് വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.